കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഫേസ്ബുക്കിന് വലിയൊരു തുക പിഴ ഈടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കേംബ്രിഡ്ജ് അനാലിറ്റിക്ക ഫേസ്ബുക്കിൽ നിന്നുള്ള ഡാറ്റാസ് ചോർത്തി എന്നുള്ള തരത്തിൽ പല വിവാദങ്ങളും വിവരാവകാശ നിയമം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ആളുകളുടെ പ്രൈവറ്റ് ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോലുള്ള ഒരു സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഇത്ര വലിയൊരു സൈറ്റിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രൈവസി എത്രത്തോളം ലൂപ്പ് ഹോൾ ഉള്ളതാണ് എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറിയിട്ടുണ്ടായിരുന്നു. 2007 മുതൽ 2014 കാലഘട്ടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചോർന്നതെന്നും അതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ സഹായിച്ചു എന്നുള്ള തരത്തിലും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഫേസ്ബുക്ക് ഇത് നിഷേധിച്ചെങ്കിലും പിന്നീട് മാർക്ക് സുക്കർബർഗ് ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു തുകയാണ് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിന് ചുമത്തപ്പെട്ടിട്ടുള്ളത്. 5 ലക്ഷം പൗണ്ട്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 4.25 കോടി രൂപയാണ് വരുന്നത്. ഇത്ര വലിയൊരു പിഴയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും അല്ലേ? ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഓഫീസ് ലണ്ടൻ, അതായത് ICO ലണ്ടൻ ആണ് ഈ വലിയൊരു എമൗണ്ട് പിഴ ചുമത്തിയിട്ടുള്ളത്. ആളുകളുടെ സോഷ്യൽ മീഡിയ സൈറ്റിൽ ഫേസ്ബുക്ക് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിരിക്കുന്ന മെമ്പേഴ്സ് ആയിരിക്കുന്ന അക്കൗണ്ടുള്ള ആളുകളുടെ ഇൻഫോർമേഷൻ അത് പ്രൈവറ്റായി സൂക്ഷിക്കാൻ സാധിച്ചില്ല. അതിന് ചോർന്നു എന്നുള്ള വാർത്ത വന്ന സമയത്തോ അല്ലെങ്കിൽ ചോരുമ്പോഴോ ചോർന്ന ശേഷമോ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല തുടങ്ങിയിട്ടുള്ള പരാതികളൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുമത്താവുന്ന ഏറ്റവും വലിയ എമൗണ്ട് പിഴയാണത്രേ ഈ 5 ലക്ഷം പൗണ്ട്. GDPR വരുന്നതിന് മുൻപേ ഉള്ള നിയമം അനുസരിച്ചിട്ടുള്ള ഏറ്റവും വലിയ പിഴ തുകയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മേലെ ചുമത്തിയിട്ടുള്ളത്. GDPR വന്നതിന് ശേഷമുള്ളതായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു എമൗണ്ട് ആയേനെ. ഇത് നമുക്കൊരു 4.25 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെ ഫേസ്ബുക്ക് വീട്ടും എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനി നമുക്ക് പ്രശ്നമാവോ, യൂസേഴ്സിൻ്റെ മേലെ ഒരു പിഴേണ്ടത് കോമ്പൻസേറ്റ് ചെയ്യാൻ അവർ ഇനി എന്തെങ്കിലും ചാർജ് കൊണ്ടുവരുമോ എന്നുള്ള തരത്തിലുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ ഇൻകം അനുസരിച്ച് ഫേസ്ബുക്ക് 10 മിനിറ്റിൽ താഴെ, അതായത് വെറും 9 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന എമൗണ്ടാണ് ഈ ഒരു 4.25 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത്. അതിൽ കൂടുതൽ പൈസയും ശരിക്ക് 9 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫേസ്ബുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു പിഴ മാത്രമാണ്. 4.25 കോടി അല്ലെങ്കിൽ 5 ലക്ഷം പൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ തുകയായിട്ട് തോന്നിയാലും ഫേസ്ബുക്കിന് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള തുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു പിഴ ചുമത്തിയത് കൊണ്ട് കാര്യമായിട്ട് ഇത് ഫേസ്ബുക്കിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയാണ് ഫേസ്ബുക്ക്. അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിന് ഈ പിഴത്തുക മതിയാകില്ല എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഇപ്പം നിലവിലുള്ളതിൽ വെച്ചിട്ട് ഈ ഒരു എമൗണ്ട് വളരെ വലുതാണെങ്കിലും പ്രോഫിറ്റ് അല്ല, ഒരു കുഞ്ഞ് ശതമാനം മാത്രം 24 അവേഴ്സിൽ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ 9 മിനിറ്റ്സ് കൊണ്ട് അവർ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര വർഷങ്ങൾ കൊണ്ട് എത്രത്തോളം റവന്യൂ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫേസ്ബുക്ക് ഒക്കെ അല്ലേ? കുറച്ചുകൂടി വലിയൊരു എമൗണ്ട് പിഴയാക്കി ഈടാക്കിയാലേ ശരിക്കും ഡാറ്റ ബ്രീച്ച് പോലെ അല്ലെങ്കിൽ ഡാറ്റ ലീക്ക് പോലെയുള്ള ഇത്ര വലിയൊരു കേസിന്, ഇത്ര വലിയൊരു കുറ്റത്തിലുള്ള പിഴയാകുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഈ ഒരു തുക പിഴ ഈടാക്കിയിട്ടും ഫേസ്ബുക്കിൽ ഡാറ്റ പ്രൈവസി അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഫേസ്ബുക്കിന് കൊടുത്ത 4.25 കോടി രൂപ എന്ന് പറയുന്ന ഈ ഒരു പിഴ സംഖ്യ മതിയോ, അല്ലെങ്കിൽ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്ത് കുറച്ചുകൂടി വലിയ എമൗണ്ട് പിഴ ഈടാക്കണമോ? ടെക് മലയാളത്തിലൂടെ മറ്റ് വീഡിയോസിൽ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.